ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. ജനുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഈ ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റ്. ഏറ്റവും മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. അടുത്തത് 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ ഏതാണ്? എമിലിയ പെരേസ്. എമിലിയ പെരേസ് എന്നാണ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയുടെ പേര്. എമിലിയ പെരേസ് എന്നത് ഒരു ഫ്രഞ്ച് സിനിമയാണ്. അടുത്തത് മികച്ച സംവിധായകൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 നേടിയ ഏറ്റവും മികച്ച സംവിധായകൻ ആരാണ്? ബ്രാഡി കോർബറ്റ്. ബ്രാഡി കോർബറ്റാണ് മികച്ച സംവിധായകൻ. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്കാണ് ബ്രാഡി കോർബറ്റിന് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച നടൻ. മികച്ച നടൻ ആരാണ്? ഏഡ്രിയൻ ബ്രോഡി. ഏഡ്രിയൻ ബ്രോഡി എന്നാണ് 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ മികച്ച നടൻ്റെ പേര്. ഏഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? ദി ബ്രൂട്ടലിസ്റ്റ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്കാണ് ഏഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച നടി. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 നേടിയ മികച്ച നടിയുടെ പേരെന്താണ്? ഫെർണാണ്ട ടോറസ്. ഫെർണാണ്ട ടോറസ് ആണ് മികച്ച നടി. സിനിമ ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയ്ക്കാണ് ഫെർണാണ്ട ടോറസിന് മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച സഹനടൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 നേടിയ മികച്ച സഹനടൻ്റെ പേരെന്താണ്? കീരൻ കൾക്കിങ്. കീരൻ കൾക്കിങ്. എ റിയൽ പെയിൻ എന്ന സിനിമയ്ക്കാണ് കീരൻ കൾക്കിങ്ങിന് മികച്ച സഹനടനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച സഹനടി. ആർക്കാണ് മികച്ച സഹനടിക്കുള്ള 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്? സോയി സൽദാന. സോയി സൽദാനയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്. സോയി സൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏതാണ്? എമിലിയ പെരേസ്. എമിലിയ പെരേസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സോയി സൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച തിരക്കഥ. ഏതാണ് മികച്ച തിരക്കഥ? കോൺക്ലേവ്. കോൺക്ലേവ് എന്നാണ് മികച്ച തിരക്കഥയുടെ പേര്. അടുത്തത് മികച്ച ടെലിവിഷൻ സീരീസ്. മികച്ച ടെലിവിഷൻ സീരീസിൻ്റെ പേരെന്താണ്? ഷോഗൻ. ഷോഗൻ എന്നാണ് മികച്ച ടെലിവിഷൻ സീരീസിൻ്റെ പേര്. അടുത്തത് JC ഡാനിയേൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ. മികച്ച സിനിമ 2018. JC ഡാനിയേൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച സിനിമയാണ് 2018. അടുത്തത് മികച്ച സംവിധായകൻ. അഖിൽ സത്യൻ. അഖിൽ സത്യനാണ് മികച്ച സംവിധായകൻ. അടുത്തത് ആരാണ് മികച്ച നടൻ? ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് ആണ് മികച്ച നടൻ. അടുത്തത് ആരാണ് മികച്ച നടി? അഞ്ജന ജയപ്രകാശ്. അഞ്ജന ജയപ്രകാശ്. അടുത്തത് മികച്ച ഗായിക. ബി അരുന്ധതി. ബി അരുന്ധതിയാണ് മികച്ച ഗായിക. അടുത്തത് 2024 ഐവറി പുരസ്കാരം നേടിയ ഗായിക ആരാണ്? KS ചിത്ര. 2024 ഐവറി പുരസ്കാരം നേടിയ ഗായികയാണ് KS ചിത്ര. അടുത്തത് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയ നടൻ ആരാണ്? ജഗതി ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയ നടനാണ്
ജഗതി ശ്രീകുമാർ. അടുത്തത് വിലാസിനി നോവൽ പുരസ്കാരം എ. നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. ആരാണ് വിലാസിനി നോവൽ പുരസ്കാരം നേടിയത്? എ. നസീറ. ഏത് നോവലിനാണ് എ. നസീറയ്ക്ക് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്? ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ. ജയകുമാറിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം നേടിയത് ആരാണ്? കെ. ജയകുമാർ. അദ്ദേഹം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏത് ജില്ലയാണ് ജേതാക്കളായത്? തൃശൂർ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രേബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. ആരാണ് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകുന്നത്? പ്രേബോവോ സുബിയാന്തോ. അദ്ദേഹം ഇന്തോനേഷ്യയുടെ പ്രസിഡന്റാണ്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി ബിതുൽ കുമാറിനെ നിയമിച്ചു. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ CRPF. CRPFന്റെ മേധാവിയായി നിയമിതനായത് ആരാണ്? ബിതുൽ കുമാർ. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? തോംസൺ ജോസ്. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ വാൽനക്ഷത്രത്തിൻ്റെ പേരെന്താണ്? കോമറ്റ് G3. ജനുവരി 13 രാത്രിയിലാണ് ഇത് ദൃശ്യമായത്. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ഇതിൻ്റെ മറ്റൊരു പേരാണ് നടക്കും യന്ത്രക്കൈ. ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ഇതിൻ്റെ പരീക്ഷണം വിജയകരമായിരുന്നു. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് ഓപ്പണർ ആരാണ്? മാർട്ടിൻ ഗപ്റ്റിൽ. മാർട്ടിൻ ഗപ്റ്റിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് ഓപ്പണർ. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി. പുതിയ ലോകമുത്തശ്ശിയുടെ പേരെന്താണ്? ഇന കനബാരോ ലൂക്കാസ്. ഏത് രാജ്യക്കാരിയാണ്? ബ്രസീൽ. അടുത്തത് ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. അപ്പോൾ ISRO ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് ഓപ്പണർ ആരാണ്? മാർട്ടിൻ ഗപ്റ്റിൽ. പുതിയ ലോകമുത്തശ്ശിയുടെ പേരെന്താണ്? ഇന കനബാരോ ലൂക്കാസ്. ബ്രസീലുകാരിയാണ്. ISRO ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. അടുത്തതായി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിയോഗങ്ങളെക്കുറിച്ചാണ്. പ്രശസ്ത പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. ജനുവരി മാസത്തിലാണ് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനായ P. ജയചന്ദ്രൻ അന്തരിച്ചത്. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. US-ന്റെ എത്രാമത് പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ? 39ാമത്തെ പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അടുത്തത് ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ആരാണ് രാജഗോപാല ചിദംബരം? ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനായിരുന്നു രാജഗോപാല ചിദംബരം. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച
ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ.എസ്. മണിലാൽ അന്തരിച്ചു. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? ഡോക്ടർ കെ.എസ്. മണിലാൽ. ഏത് ഭാഷയിലായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്? ലത്തീൻ ഭാഷയിലായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. അടുത്തത് ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ ആരായിരുന്നു? ചരിത്രകാരനായിരുന്നു. അടുത്തത് എഴുത്തുകാരൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. ആരാണ്? എഴുത്തുകാരൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. അടുത്തത് മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു. അന്തരിച്ച കോസ്റ്റാസ് സിമിറ്റിസ് ആരായിരുന്നു? മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി ആയിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം. അപ്പോൾ ആർക്കൊക്കെയാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്? ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് എസ് മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. അർജുന അവാർഡിന് അർഹനായത് ആരാണ്? സാജൻ പ്രകാശ്. സാജൻ പ്രകാശ് മലയാളി നീന്തൽ താരമാണ്. ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മലയാളി ബാഡ്മിൻ്റൺ കോച്ച് എസ് മുരളീധരനാണ് ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായത്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. ആർക്കാണ്? കൊനേരു ഹംപി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് കൊനേരു ഹംപി. ഏത് രാജ്യക്കാരിയാണ് കൊനേരു ഹംപി? ഇന്ത്യ. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. ആരാണ്? ഇറ ജാദവ്. മുംബൈ ഓപ്പണറായ ഇറ ജാദവാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടത്. മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസാണ് നേടിയത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. ഇന്ത്യയുടെ പുതിയ റെക്കോർഡ് എത്രയാണ്? 50 ഓവറിൽ 370 റൺസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. അപ്പോൾ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യന്മാരാരാണ്? ബംഗാൾ. കേരളത്തെയാണ് തോൽപ്പിച്ചത്. ജനുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്